ഇന്നു മുതൽ ന്യൂസ് 18-ൽ നിങ്ങൾ പ്രേക്ഷകരും ഞങ്ങൾക്കൊപ്പം സ്ക്രീനിലേക്ക് എത്തുകയാണ്. അതെ, നിങ്ങളുടെ സ്പെഷ്യൽ ദിനങ്ങൾ അതെന്തും ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, വിവാഹ വാർഷികം ആയിക്കോട്ടെ, ഇനി വിവാഹം ആയിക്കോട്ടെ, രാവിലെ ഇങ്ങ് നമ്മളെ കണ്ടിട്ടങ്ങ് നമ്മുടെ കൂടി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് കേരളത്തോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പോകാം അല്ലേ? ആ വിശേഷങ്ങൾ ഞങ്ങൾ അറിയിച്ചാൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് തത്സമയം എത്താം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് അത്തരത്തിൽ സ്പെഷ്യൽ ഡേയുമായി നമ്മോടൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. ആരാണ്? ഷൈസൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഷൈസന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ഷൈസൺ. ഓക്കെ, അപ്പൊ ഷൈസന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ് ഞാൻ ഷൈസന്റെ തത്സമയം കാണാമെന്ന് വിചാരിക്കുന്നു. ഷൈസൻ, ഹാപ്പി ബർത്ത്ഡേ, ഗുഡ് മോർണിംഗ്. നമ്മോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? എവിടെ ഷൈസൻ? കാണിക്കൂ, ഷൈസൻ എവിടെ? വരുന്നു ഷൈസൻ. ഇതാണ് ഷൈസൻ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. എവിടെയാ ഷൈസന്റെ വീട്? എവിടെയാണ്? നോർത്ത് പറവൂരാണ്. ഓക്കെ, ഷൈസൻ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവന്റ് മാനേജ്മെന്റ് പ്ലസ് ആക്ടിംഗ് പരിപാടികളൊക്കെ ആയിട്ട്. ഏതൊക്കെ എവിടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ തണ്ണീർമത്തല്ലായിരുന്നു ആദ്യം, പിന്നെ ഇപ്പൊ വിശേഷതര പടത്തിലുണ്ട്, പിന്നെ ഡബിൾ ഓഴ്സിന്റെ പുട്ടുവിട പരസ്യത്തിലുണ്ട്. സാധാരണ ഗസ്റ്റ് അല്ല, സെലിബ്രിറ്റി ഗസ്റ്റ് ആണ്. ഹായ് വരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത്. അപ്പൊ ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി ഷൈസൻ? ബർത്ത്ഡേ ആയിട്ട് പരിപാടി പണിക്ക് പോണം. കേക്ക് കട്ടിംഗ്, ആഘോഷ പരിപാടികൾ അങ്ങനൊന്നും ഇല്ലേ? ഫ്രണ്ട് സർക്കിൾ സെലിബ്രേഷൻസ്? കേക്ക് കട്ടിംഗ് ഒന്നുമില്ല. പൊതുവെ ആഘോഷിക്കാറില്ലേ ബർത്ത്ഡേ ഒന്നും? ബർത്ത്ഡേ കുറവാണ്. അപ്പൊ ഇന്ന് എന്താണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതിൽ സന്തോഷമല്ലേ? സന്തോഷം. ഹാപ്പി. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയാ ഷൈസൻ? വീട്ടിലെ അപ്പച്ചനമ്മ, ചേച്ചി, ഞാൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു നിക്കണം. അപ്പൊ ഇനി ഊഴം കാത്തിരിക്കുകയാണോ? ഊഴം കാത്തിരിക്കുകയാണോ? ചെറുതായിട്ട്. ഈ പിറന്നാൾ ദിനത്തിലെ ഏജ് പറയരുത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏജ് ചോദിക്കുന്നില്ല. എന്തായാലും പിറന്നാൾ ദിനത്തിൽ വിവാഹത്തിനുള്ള സമയമായി എന്ന് വേണമെങ്കിൽ അച്ഛനോട് അമ്മോട് പറഞ്ഞു വെച്ചേക്ക്. ഇനി ഷൈസനെ നമ്മുടെ സ്ക്രീനിൽ കൂടി കാണുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലേ? ഇവിടെ നമ്മളൊരു മാറ്റ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പൊ എപ്പോഴാ ഡ്യൂട്ടിക്ക് ഇറങ്ങണ്ടേ? ഇന്ന് ഓഫീസിൽ പോകേണ്ട സമയമൊക്കെ എപ്പോഴാ? എവിടെയാ ഓഫീസ്? കൊച്ചിയിലാണോ? സ്വന്തം ഇല്ല, ഓഫീസില്ല, നമുക്ക് സ്വന്തം പ്രൊഡക്ഷൻ ആണ്. സ്വന്തമായിട്ടാണ്. അപ്പൊ ഇവന്റ് മാനേജ്മെന്റ് പറയുന്നത് സ്വന്തമായി ചെയ്യുന്നതാണല്ലോ. അപ്പൊ എന്തൊക്കെ ഇവന്റ് മാനേജ് ചെയ്യുന്ന ഷൈസൻ? വെഡിങ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. വെഡിങ് ചെയ്യുന്നത് വൻ മാർക്കറ്റാണ് വെഡിങ് ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഒരു വളർന്നത് പന്തലിച്ചാന്ന് തോന്നുന്നു. അതെ, ഒരു വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഷൈസൻ. അപ്പം ഈ ഇവന്റിലെ ഫുൾ കാര്യങ്ങള് നോക്കുന്നുണ്ടോ? ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ? അതായത് ഈ സ്റ്റേജ് ഡെക്കറേഷൻ, ഫുഡ് എല്ലാം നോക്കുന്നുണ്ടോ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള സ്റ്റേജ് ആണ്. ബാക്കി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ ടീംസിന് കൊടുക്കുകയാണ്. ഓക്കെ. എന്തായാലും ഒരു 2 വർഷം മുമ്പാണെങ്കിൽ ആര്യയുടെ ഇവന്റ് ഏൽപ്പിക്കാമായിരുന്നു. പോയി. ഇനിയുണ്ടല്ലോ സമയം. അത് ഞാൻ ഞെട്ടിപ്പോയി. ഇനിയുണ്ടല്ലോ സമയം എന്നൊക്കെ. പിന്നെ വീട്ടിലെല്ലാരും എന്തെടുക്കുന്നു? നമ്മുടെ ന്യൂസ് 18 കണ്ടോണ്ടിരിക്കുകയാണോ വീട്ടിലെല്ലാവരും? ന്യൂസ് 18 ഇവിടെ വീട്ടിലാളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാരും പോയി? എല്ലാരും ഓരോരോ പണിയിലാണ്. ആണല്ലേ? ഓ, കുഴപ്പമില്ല. അപ്പൊ അവരോട് പറഞ്ഞേക്ക്, അവരോട് ഞങ്ങളുടെ വിശേഷം പിന്നെ അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. പറയാം. അപ്പോ എന്തായാലും നമ്മൾ ഇങ്ങനെ സെഗ്മെന്റ് ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഫസ്റ്റ് ഗസ്റ്റ് ആണ്, ആദ്യമായിട്ടാണ് ഒരു പ്രേക്ഷകൻ ഇങ്ങനെ ലൈവിൽ ഇരിക്കുന്നത് ന്യൂസ് 18-ല്. അപ്പോ താങ്ക് യു സോ മച്ച് ഷൈസൻ, താങ്ക് യു സോ മച്ച്. കാരണം മാത്രമല്ല ഒരുപാട് ആശംസ നൽകുകയും ചെയ്യുന്നു ഈ ബർത്ത്ഡേ ദിനത്തിൽ. ആരോടെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് ഒരു ഫ്ലോ കിട്ടണില്ല, ശീലാകുമ്പോ മാറിക്കോളൂ. ഒന്നോടും പറഞ്ഞേ കേട്ടില്ല. ആദ്യമായിട്ട് ഇരിക്കുന്നതുകൊണ്ടേ, ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് ഇതേപോലെ വന്ന് വിളിക്കണത്.
അപ്പൊ നമുക്കൊരു ഫ്ലോ കിട്ടണില്ല സംസാരിക്കാനായിട്ട്. ഓ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന നടനായിട്ടുള്ള ആളല്ലേ, അതൊക്കെ ശരിയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ബർത്ത്ഡേക്കൊക്കെ ഇതുപോലെ ഇനി ഷൈസിന്റെ വെഡിങ് വരുമ്പോ ഞങ്ങൾ ഇതുപോലെ അറിയിക്കണം കേട്ടോ, നമുക്ക് കാണണം. കാരണം ബർത്ത്ഡേയിൽ ആദ്യം വന്ന ആളാണല്ലോ, അപ്പൊ വെഡിങ് ഡേയുടെ അന്ന് നമുക്ക് ഇതുപോലെ തത്സമയം വരണം. അതേപോലെ തന്നെ ഷൈസൺ നല്ല സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് നമ്മുടെ അതിഥിയായിട്ടൊക്കെ എത്തട്ടെ അതെ ഞങ്ങളുടെ ഷോസിലൊക്കെ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഷൈസൻ. അപ്പൊ ഷൈസനാണ് അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ന്യൂസ് 18ന്റെ വിശേഷ ദിനങ്ങളിൽ ന്യൂസ് 18 അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ പങ്കുചേരാം. ഷൈസൻ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല, വളരെ റാൻഡമായിട്ട് വന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊപ്പം ചേരാവുന്നതാണ്. നേരത്തെ നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ കാണിച്ചിരുന്നു, ഒരിക്കൽ കൂടി കാണിക്കാൻ തോന്നുന്നു. ഒരിക്കൽ കൂടി നമുക്ക് അത് പങ്കുവെക്കാം. ന്യൂസ് 18ലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ആയിട്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. സ്പെഷ്യൽ ഡേ എന്ന് ടൈപ്പ് ചെയ്യണം, അതിനുശേഷം പേര് വെക്കണം, പിന്നെ ഫോൺ നമ്പർ വെക്കണം, ഡേറ്റ് വെക്കണം. അതെ, ഇതാണ് നമ്പർ 9346975748. ഈ ഫോർമാറ്റ് ആരും തെറ്റിക്കേണ്ട. ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾ വാട്സപ്പിലാണ് നമുക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടത്. അതിൽ സ്പെഷ്യൽ ഡേ പറയണം, നിങ്ങളുടെ പേര് പറയണം, ആ ദിവസം ഏതാണെന്ന് പറയണം, ഫോൺ നമ്പറും കൂടി പറയുകയാണെങ്കിൽ ദേ ഇപ്പോൾ ഷൈസൺ വന്നതുപോലെ ലൈവായി നമുക്കൊപ്പം ന്യൂസ് 18ൽ വന്ന് നിങ്ങളുടെ ആ ഒരു സന്തോഷം നമുക്കൊപ്പം പങ്കുവെക്കാവുന്നതാണ്.